ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെയാണ്. ലോക്ക്ഡൗണായിട്ട് റെഗുലറായിട്ടുള്ള അക്കാഡമിക്സ് ഒന്നും നടക്കുന്നില്ല. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളിപ്പം അധ്യാപകരായിട്ടുള്ള നമ്മൾ ഫേസ് ചെയ്യുന്നത് നമ്മൾ കുറേ കാര്യങ്ങൾ ക്ലാസ്സുകൾ എടുത്ത് നമ്മൾ കുട്ടികൾക്ക് പോസ്റ്റ് ചെയ്യുന്നു. ഇത് എത്രമാത്രം കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യാൻ നമുക്കൊരു ഒരു വഴിയില്ല, അല്ലേ? അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ടെസ്റ്റ് പേപ്പറുകൾ കണ്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഓൺലൈൻ എക്സാംസ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഗൂഗിളിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫോം ആപ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഓക്കെ, പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫോം ആപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു ഫോം ആപ്പ് ഓപ്പണായിട്ട് വരും. ഇപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഓപ്പൺ എന്ന് കാണിക്കുന്നത്. അല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഫോം ആപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഫോം ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലെ 2 ഓപ്ഷൻസാണ് വരുന്നത്. ഫോം ആപ്പ് ഫോർ ഗൂഗിൾ ഫോംസും ഉണ്ട്, ഫോം ആപ്പ് ഫോർ സർവേ ഹേർട്ടും ഉണ്ട്. ഓക്കെ, അപ്പം അതിനകത്ത് നമുക്ക് വേണ്ടത് ഫോം ആപ്പ് ഫോർ ഗൂഗിൾ ഫോംസ് ആണ്. ഓക്കെ, അപ്പോൾ ഫോം ആപ്പ് ഫോർ ഗൂഗിൾ ഫോംസ് ആണ്. ഇപ്പോൾ ഓൾറെഡി ഞാനിവിടെ കുറേ ഫീഡ്ബാക്കും ടെസ്റ്റുകളും കണ്ടക്ട് ചെയ്ത ഓൾറെഡി അതിൻ്റെ ഹിസ്റ്ററി ഇവിടെ കിടപ്പുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് പുതിയതായിട്ടൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം, ഒരു ഓൺലൈൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ടെസ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്യണം എങ്കിൽ നമ്മൾ ഇതിൻ്റെ താഴെയായിട്ടൊരു പ്ലസ് സിമ്പൽ കാണാൻ പറ്റും. ആ പ്ലസ് സിമ്പൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പ്ലസ് സിമ്പൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ്, നെറ്റ് സ്പീഡാണ്. ഓക്കെ, അപ്പോൾ പ്ലസ് സിമ്പൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അത് നമുക്ക് ഗൂഗിൾ സർവേയോ അല്ലെങ്കിൽ ഗൂഗിൾ ഫീഡ്ബാക്കോ ഒക്കെ എടുക്കണമെങ്കിൽ ആ ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കാം. അതിൻ്റെ നമുക്ക് ആവശ്യമില്ല. നമുക്കിവിടെ താഴെയായിട്ട് അതിൻ്റെ ക്രിയേറ്റ് ബ്ലാങ്ക് ഫോം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്രിയേറ്റ് ബ്ലാങ്ക് ഫോം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ അൺടൈറ്റിൽഡ് ഫോമാണ്. അത് അവിടെ നിങ്ങൾക്ക് ഏത് എക്സാമാണോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഇയർ ബി ഫാം എക്സാം, ഇനി അതിൻ്റെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഏത് സബ്ജക്റ്റ് ആണോ ആ സബ്ജക്റ്റ് നമുക്ക് കൊടുക്കാം. ഡിസ്ക്രിപ്ഷനായിട്ട് നമുക്കിപ്പോൾ ഫാർമസ്യൂട്ടിക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ഫാർമസ്യൂട്ടിക്സ് എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ താഴെയായിട്ട് വീണ്ടും ഒരു പ്ലസ് സിമ്പിൾ കാണാൻ പറ്റും. ആ പ്ലസ് സിമ്പിൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഷോർട്ട് ആൻസർ, ലോങ് ആൻസർ, മൾട്ടിപ്പിൾ ചോയ്സ്, ചെക്ക് ബോക്സസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിനകത്ത് നമുക്ക് ആദ്യം ഷോർട്ട് ആൻസർ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഷോർട്ട് ആൻസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ എക്സാം എഴുതുന്ന സ്റ്റുഡൻറ്റിൻ്റെ പേര് എഴുതാനുള്ള ഒരു പ്രൊവിഷൻ നമുക്ക് അവിടെ കൊടുക്കാം. നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ്. ഓക്കെ, നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ് നമുക്ക് കൊടുക്കാം. ഓക്കെ, നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ് ആ സ്റ്റുഡൻറ്റിന് എഴുതാൻ പറ്റും. എന്നിട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓണാക്കിയിടുക. മനസ്സിലായോ? അത് റിക്വയർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓണാക്കിയിട്ടാൽ മാത്രം, അല്ലെങ്കിൽ ഓണാക്കി ഇട്ട് കഴിഞ്ഞാലുള്ള പ്രയോജനം എന്ന് വെച്ചാൽ ആ സ്റ്റുഡൻറ്റിന് ഇത് ഫില്ല് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ് കമ്പൽസറി ആയിട്ടും എഴുതിയേ പറ്റൂ. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പ്ലസ് ചിഹ്നം കൊടുക്കാം, പ്ലസ് സിമ്പിൾ കൊടുക്കാം, ഷോർട്ട് ആൻസർ കൊടുക്കാം. അവിടെ നമുക്ക് വേണമെങ്കിൽ റോൾ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പം എക്സാം സ്റ്റാർട്ട്സ്
ഏത് ടൈമിലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ആ കുട്ടിക്ക് ഇവിടെ എഴുതാൻ വേണ്ടി എന്താണ് ആ സ്റ്റുഡൻറ്റിന് ഇവിടെ എഴുതാൻ വേണ്ടി ഉള്ള ഒരു ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആഡ് സെക്ഷൻ കൊടുക്കാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. നമ്മളുടെ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്, എക്സാം സ്റ്റാർട്ട്സ് എന്താണ് ആ സ്റ്റുഡൻറ്റ് ഫില്ല് ചെയ്തു. പിന്നെ റോൾ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് സെക്ഷൻ ടൈറ്റിൽ ഇപ്പോൾ എന്താണ് നമുക്ക് കൊടുക്കാം ഫാർമസ്യൂട്ടിക്സ് ഫസ്റ്റ് സെക്ഷണൽ എക്സാം, ഫസ്റ്റ് സെക്ഷണൽ എക്സാമിനേഷൻ. ഇപ്പം ഇതിപ്പം ഏത് മന്താണ്? മെയ് 2020. ഓക്കെ, മെയ് 2020. ഓക്കെ, മെയ് 2020. പിന്നെ നമ്മൾ പ്ലസ് കൊടുക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസർ ടൈപ്പാണ്. അപ്പോൾ ഷോർട്ട് ആൻസർ എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് ഏകദേശം ഒരു 2 പേജോളം ഇതിനകത്ത് എഴുതാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. 2 പേജ് ഓളം ഇതിനകത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 നമുക്ക് 1 എന്ന് കൊടുക്കാം. ക്ലാസിഫൈ ഡോസേജ് ഫോം, ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, അപ്പോൾ ഇതൊരു ഷോർട്ട് ആൻസറാണ്. ഇത് നമ്മൾ റിക്വയർഡ് ഫീൽഡ് ഓൺ ആക്കിയിടുക. ഓക്കെ, റിക്വയർഡ് ഫീൽഡ് ഓൺ ആക്കിയിടുക. കാര്യം ഈ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ അറ്റൻഡ് ചെയ്യേണ്ടാത്ത ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റിക്വയർഡ് ഫീൽഡ് ഓഫ് ചെയ്തിട്ടിരുന്നാൽ മതി. ഇനി അടുത്ത ഒരു ലോങ് ആൻസർ കൊടുക്കാം. ലോങ് ആൻസറിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ഇപ്പം ഡിഫൈൻ എമൽഷൻ. ഓക്കെ, ഡിഫൈൻ എമൽഷൻ. ഓക്കെ, what are the stability problems of emulsion? Okay, stability problems of emulsion. ഓക്കെ, അപ്പോൾ അതൊരു ലോങ് ആൻസർ ആയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2.5 ഒക്കെ പേജ് ഇതിനകത്ത് എഴുതാൻ പറ്റുമെന്നുള്ളതാണ് ഒരു കാൽക്കുലേഷൻ. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് 2 ക്വസ്റ്റ്യൻ നമ്മൾ കൊടുക്കുക. അപ്പോൾ എത്ര വേണമെങ്കിലും ഇത് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ്, മുകളിൽ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ഓക്കെ, ഇപ്പോൾ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓക്കെ, അപ്പം മുകളിൽ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും അല്ലേ. ഫോം സെറ്റിങ്സ് എന്ന് പറഞ്ഞ് കുറേ ഓപ്ഷൻസ് വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റെസ്പോൺസ് തരുന്ന ആളുടെ മെയില് നിർബന്ധമാണെങ്കിൽ അത് കളക്ട് ചെയ്യാം. കാര്യം ഓൾറെഡി നമുക്ക് വേണ്ട, മെയിൽ വേണ്ട, അപ്പോൾ അത് നമുക്ക് ഓഫ് ചെയ്തിടാം. കാര്യം ഓൾറെഡി സ്റ്റുഡൻറ്റിൻ്റെ നെയിം എഴുതുന്നുണ്ട്. അപ്പം മെയിലിൻ്റെ ആവശ്യം നമുക്കിവിടെ വരുന്നില്ല. ഇനി ലിമിറ്റ് ടു 1 റെസ്പോൺസ് നമ്മൾ അത് ഓൺ ചെയ്തിടുക. കാര്യം ഒന്നിലധികം വട്ടം ഒരു കുട്ടിക്ക് വേണമെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒരു നിശ്ചിത റെസ്പോൺസ്, അതായത് ഒരു റെസ്പോൺസ് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതിന് വേണ്ടി അത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റെസ്പോണ്ട് ചെയ്യാൻ. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ അല്ല, ആ ടോട്ടൽ എന്താണ് നമ്മൾ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ അല്ല. ഇനി അലോ റെസ്പോണ്ടേഴ്സ് ടു എഡിറ്റ് റെസ്പോൺസ് ആഫ്റ്റർ സബ്മിറ്റ്. അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ റെസ്പോണ്ടേഴ്സിന് ആ റെസ്പോണ്ട് ചെയ്ത ആൻസർ കാണണം, അല്ലെങ്കിൽ കാണട്ടെ എന്നാണെങ്കിൽ നമുക്കത് ഓൺ ചെയ്തിടാം. ഓക്കെ, അപ്പോൾ റെസ്പോണ്ടേഴ്സിന് അത് കാണാൻ പറ്റും. ഓക്കെ, ഇനി എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഉള്ള ഇത് പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് പേപ്പർ ആകുമ്പോൾ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നമുക്ക് ഓഫ് ചെയ്തിടാം. നെക്സ്റ്റ് ആണ് ഞാൻ പറഞ്ഞത് അലോ റെസ്പോണ്ടേഴ്സ് ടു വ്യൂ സമ്മറി. ഓക്കെ, സമ്മറി കാണണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓൺ ചെയ്തിടുക. അപ്പോൾ ലിമിറ്റ് 1 റെസ്പോൺസ് ഓൺ ചെയ്തിടുക. ദെൻ അലോ റെസ്പോണ്ടേഴ്സ് ടു വ്യൂ സമ്മറി, ഇത് രണ്ടും ഓൺ ചെയ്തിടുക. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഗൂഗിളിൻ്റെ ഒരു ഇതാണിത്. ഓക്കെ, ഞാൻ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതുപോലൊരു ലിങ്ക് ഓപ്പൺ ആയി വരും. അപ്പോൾ അവിടെ 2 ഓപ്ഷൻ ഉണ്ട്, കോപ്പി ലിങ്ക് ഉണ്ട്, വ്യൂ ഫോം ഉണ്ട്.
അപ്പോൾ ഈ ലിങ്ക് നമുക്ക് ഈ ഒരു നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എവിടെ വേണമെങ്കിലും കോപ്പി ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ മെയിൽ ചെയ്ത് കൊടുക്കാം, വേണമെങ്കിൽ വാട്സപ്പ് ചെയ്യാം, ഫേസ്ബുക്ക് ചെയ്യാം, ട്വിറ്ററിനകത്ത് കൊടുക്കാം, അതർ ഓപ്ഷൻസ് മെസ്സേജായിട്ട് എന്താ പറയുക പ്രൈവറ്റ് മെസ്സേജായിട്ട് കൊടുക്കാം. അപ്പോൾ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ കോപ്പി ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ലിങ്ക് കോപ്പി ആവും, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് വാട്സപ്പിലേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, വാട്സപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്ത് കൊടുക്കാം ഇല്ലേ, വാട്സപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ വാട്സപ്പ് ചെയ്യാനൊരു ലിങ്ക് ഞാൻ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റുഡൻറ്റിന് എന്താണ്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസിന് എന്താണ് ആ എക്സാം പറഞ്ഞ സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള ഒരു ആപ്ലിക്കേഷനാണ്, ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന. അപ്പം ഇവിടെ നമ്മുടെ ഫ്രണ്ട് വിൻഡോയിൽ വരും, റെസ്പോൺസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഞാൻ സെക്കൻഡ് സെമസ്റ്റർ എംഫാം ഓൺലൈൻ എക്സാം ഇന്ന് നടത്തിയ എക്സാമാണ്. അപ്പോൾ അതുപോലെ 3 സ്റ്റുഡൻറ്റേ ഉള്ളൂ. ആ 3 സ്റ്റുഡൻറ്റ് റെസ്പോൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 3 സ്റ്റുഡൻറ്റ് റെസ്പോൺസ് നമുക്ക് കാണാൻ പറ്റും. അവരുടെ ആൻസർ ഷീറ്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്ന് കഴിഞ്ഞാൽ വ്യൂ റെസ്പോൺസ്, നമ്മൾ വന്നേക്കുന്ന റെസ്പോൺസിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വ്യൂ റെസ്പോൺസസ് കൊടുക്കുക. വ്യൂ റെസ്പോൺസസ് കൊടുത്തു കഴിഞ്ഞാൽ താഴെ 3 ഓപ്ഷൻസാണ്. ഓക്കെ, നമ്മൾ റെസ്പോൺസ് എടുത്തിട്ട് വ്യൂ റെസ്പോൺസ് കൊടുക്കുക. അന്നേരം നമുക്ക് കാണാൻ പറ്റും നോ സമ്മറി ഡാറ്റ എന്നായിരിക്കും കാണുന്നത്. അതിനകത്ത് നമുക്ക് ഓപ്ഷൻ താഴെ മാറ്റി കൊടുക്കണം. കാര്യം നമുക്ക് കോമൺ പ്ലാറ്റ്ഫോമിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മാത്രമേ ഒരു സമ്മറി ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതൊരു കോമൺ പ്ലാറ്റ്ഫോമിലുള്ള ഓപ്ഷൻ വൈസ് ക്വസ്റ്റ്യൻസ് അല്ല, അതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ നമ്മൾ സമ്മറി മാറ്റിയിട്ട് ഇൻഡിവിജ്വൽ ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും റെസ്പോൺസ്, ഇപ്പോൾ അവർ ടൈം ഓഫ് എക്സാം സ്റ്റാർട്ട്സ്, ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ കാണാൻ പറ്റും, ഫിനിഷിംഗ് ടൈം ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഫിനിഷിംഗ് ടൈം അവർ എൻ്റർ ചെയ്യുന്നതാണ് ഫിനിഷിംഗ് ടൈം. എന്നാൽ നമുക്കിത് മാച്ച് ചെയ്യുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അപ്പോൾ ആ ഫിനിഷിംഗ് ടൈമായിട്ട് നമുക്ക് കിട്ടുന്ന ടൈം നമുക്ക് കൂട്ടാം. അപ്പം പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ 3 മണിക്ക് ഈ ഫോം നമ്മൾ ലിങ്ക് ഇട്ട് കൊടുക്കുകയും 4 മണിക്ക് തിരിച്ച് ഒരു 1 hour കൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് എഴുതി സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു 1 hour എടുത്തിട്ട് എന്ത് ചെയ്യും, സബ്മിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഫിനിഷിംഗ് ടൈം ഈസ് നോട്ടഡ് ഇൻ ദിസ് application. So you can see the answers of each response by clicking the student name. By clicking on the student name, then open, you can see the answers. Okay, you can correct the answers. ഓക്കെ, ഇത് ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പുതിയൊരു ആപ്ലിക്കേഷനുമായിട്ട്